ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ ഒരു ഫുൾ ഹൊറർ മൂവിയാണ്. അപ്പോൾ ഇതുപോലുള്ള മൂവീസ് കാണുവാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുവാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. കഥ തുടങ്ങുന്നത് ഒരു യുവതിയുടെ നിലവിളിക്കുന്ന ശബ്ദത്തോടു കൂടിയാണ്. അവൾ പ്രസവ വേദനയാൽ അലറിക്കരയുകയാണ്. കൂടെയുള്ളവരോട് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ ശ്രമത്തിനൊടുവിൽ കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പോഴേക്കും അവളുടെ ബോധം നഷ്ടമായിരുന്നു. അവൾ ഉണർന്നപ്പോൾ കേൾക്കുന്നത് ചുറ്റും നിൽക്കുന്നവരുടെ പ്രാർത്ഥനയാണ്. അവർ തൻ്റെ കയ്യിലെ ബൈബിൾ വചനങ്ങൾ വായിക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് അവരോട് ചോദിക്കുന്നു. നിന്റെ കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ മറുപടി. അതിനെ ഇവിടെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ദൈവത്തിനടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവൾ അവരോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ എന്ന്. അപ്പോഴാണ് ദൂരെ നിന്ന് അവൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന്. അതിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു. അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പോഴേക്കും കുഞ്ഞുമായി ഒരാൾ പുറത്തേക്ക് നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അവൾ അവനോട് ദേഷ്യത്തോടെ സംസാരിച്ചു. അത് കേട്ട് ആ സ്ത്രീ ദേഷ്യത്തോടെ അവളെ അടിക്കുന്നു. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഉറക്കെ പറയുന്നുണ്ട്, എനിക്ക് എല്ലാം അറിയാം, ഇവിടെ നടക്കുന്നതെല്ലാം എനിക്കറിയാമെന്ന്. അവൾ ആ സ്ത്രീയുടെ മുഖത്തേക്ക് തുപ്പാൻ ശ്രമിക്കുന്നു. എന്നാൽ അവളുടെ വായിൽ നിന്ന് വന്ന രക്തത്തുള്ളികൾ ബൈബിളിലേക്ക് വീഴുന്നു. അത് കണ്ടവർ ദേഷ്യത്തോടെ മറ്റുള്ളവരോടായി പറയുന്നു, ഇവിടെ നിന്ന് പുറത്തു പോകാൻ. അവരെല്ലാം പുറത്തു പോയതിനു ശേഷം അവിടെ ഇരുന്ന സിറിഞ്ചിൽ അവർ എന്തോ നിറച്ച് അവളുടെ കയ്യിൽ കുത്തിവെക്കുന്നു. അപ്പോഴേക്കും അവളുടെ ബോധം നഷ്ടമായി തുടങ്ങി. അവസാനമായി അവൾ പറഞ്ഞത് തൻ്റെ കുഞ്ഞ് നിരപരാധി ആണെന്നായിരുന്നു. അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. കുഞ്ഞിനെ കുഴിച്ചുമൂടാൻ വേണ്ടിയാണ് അയാൾ കൊണ്ടുപോയത്. എന്നാൽ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു. അതുകണ്ട് അയാൾ ആ കുഞ്ഞിനോടായി തലോടിക്കൊണ്ട് പറഞ്ഞു, നീ ഒരിക്കലും സ്വർഗത്തിൽ ഒറ്റയ്ക്കാവില്ല. കുഞ്ഞിനെ ആ പെട്ടിക്കുള്ളിൽ അടയ്ക്കുന്നു. അയാൾ അവിടെ ആ കുട്ടിയെ കുഴിച്ചു മൂടുന്നതായി കാണിക്കുന്നു. അപ്പോഴേക്കും ചുറ്റും നിന്നും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മുഴങ്ങി കേട്ടിരുന്നു. അത് കേട്ട് അയാൾക്ക് ഭയം തോന്നുന്നു. മാപ്പ് മാപ്പ് എന്ന് അയാൾ ആവർത്തിച്ചു പറയുന്നു. മരിച്ച യുവതിയുടെ കണ്ണുകളിലേക്ക് അവർ 2 നാണയത്തുട്ടികൾ വെച്ചു കൊടുക്കുന്നു. ആ സീനൊക്കെ കാണുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും പേടി തോന്നും. പിന്നീട് കാണിക്കുന്നത് അവൾ മരിച്ചു കിടന്ന ആ റൂമൊക്കെ വൃത്തിയാക്കി പുതിയൊരു റൂം പോലെ ആക്കുന്നതാണ്. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ യുവതിയെയും കുഞ്ഞിനെയും കൊന്ന സ്ഥലം ഇപ്പോൾ ഒരു ഹോം സ്റ്റേ ആക്കിയിരിക്കുന്നു. അവിടേക്കായിരുന്നു നായകന്റെയും നായികയുടെയും എൻട്രി. അവർ തന്റെ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി മേഴ്സി എന്ന പേരുള്ള ഒരു ഹോം സ്റ്റേയിലെത്തുന്നു. കൂടാതെ നമ്മുടെ നായികയ്ക്ക് അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെയാണ് നായകൻ അവിടേക്ക് കൊണ്ടുവരുന്നത്. നായിക 3 മാസം ഗർഭിണിയാണ്. അവളൊരു ജേർണലിസ്റ്റും എഴുത്തുകാരിയും കൂടിയാണ്. തനിക്ക് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഹാലുസിനേഷനും മെന്റൽ ഹെൽത്തും ഒക്കെ ഓക്കെ ആക്കുന്നതിന് വേണ്ടിയാണ് നായകനായ ലിയാം നായികയായ റേയെ അവിടേക്ക് കൊണ്ടുവരുന്നത്. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ അവൻ അവളോടായി ചോദിക്കുന്നു, നിനക്കിവിടെ ഇഷ്ടമായോ? അധികം ആളൊന്നുമില്ലാത്ത സ്ഥലമാണ്, കാമാണ്. അപ്പോൾ നായിക പറയുന്നു, എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായി. നമുക്ക് നടക്കാനൊക്കെ പോകാനും പറ്റിയ ക്വയറ്റായ പ്ലേസാണ്. അവർ സന്തോഷത്തോടെ ആ വലിയ വീടിനകത്തേക്ക് പോകുന്നു. കാണുന്നവർക്ക് ഒരു പ്രേതാലയം പോലുള്ള പ്രതീതി തരുന്ന ഒരു വീട് തന്നെയായിരുന്നു അത്. എന്തായാലും നമ്മുടെ നായകനും നായികയും എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുമോ എന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. അവർ നടന്ന് അകത്തേക്ക് ചെല്ലുന്നു. അവിടെ ആരുമില്ലായിരുന്നു. ഇവിടെ ആരുമില്ലേ എന്ന് അയാൾ ഉറക്കെ ചോദിക്കുന്നു. എന്നാൽ അവിടെ ആരെയും കണ്ടില്ല. നായികയായ റേ അവിടെയൊക്കെ എന്തോ നോക്കുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു നെഗറ്റിവിറ്റി അവിടെ ഫീൽ ചെയ്യുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പേജ് കാണുന്നുണ്ടായിരുന്നില്ല. അത് അയാളോട് അവൾ പറയുന്നു. അവൾ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ബൈബിൾ ഇരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ ബൈബിളിൻ്റെ പേജുകൾ അവൾ മറിച്ചു നോക്കുന്നു. പെട്ടെന്ന് ഒരു പേജിൽ രക്തപ്പാടുകൾ അവൾ കാണുന്നു. അത് കണ്ട് അവൾ പേടിക്കുന്നു. എന്നാൽ അവൾക്ക് ഇങ്ങനെ ഒരു ഹലുസിനേഷൻ പ്രോബ്ലം വരാറുള്ളതിനാൽ അയാളത് കാര്യമാക്കിയില്ല. അവളെ അയാൾ ആശ്വസിപ്പിച്ചു. അവരുടെ പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്കാണ് അവർ ചെന്നുപെടുന്നത് അവർ ഒരിക്കലും അറിയുന്നില്ല. അപ്പോഴേക്കും മുകളിൽ നിന്ന് കോണിപ്പടികളിലൂടെ ഒരു പ്രായമായ സ്ത്രീ ഇറങ്ങി വന്നു. നിങ്ങൾ പഞ്ച്വലാണല്ലോ. നിങ്ങൾ വരുന്നത് കൊണ്ട് മുകളിലെ റൂം ഒന്ന് ക്ലീൻ ചെയ്യുകയായിരുന്നു ഞാൻ. നിങ്ങൾ വന്നത് ഞാൻ ജനലിലൂടെ കണ്ടിരുന്നു. അതും പറഞ്ഞ് അവർ അവരെ പരിചയപ്പെടുത്തി. മോണിക്ക എന്നായിരുന്നു അവരുടെ പേര്. പരസ്പരം അവർ പരിചയപ്പെട്ടു. അവർ തന്റെ ക്രെഡിറ്റ് കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അവിടെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. റേ അവളുടെ ക്രെഡിറ്റ് കാർഡ് അവർക്ക് നൽകുന്നു. അത് കണ്ട് ലിയാം ഡിസ്റ്റർബ്ഡ് ആകുന്നു. അപ്പോഴാണ് റേയോട് തന്റെ പ്രഗ്നൻസിയെക്കുറിച്ച് അവർ പറയുന്നത്. അത് കേട്ട് അവൾ ആശ്ചര്യത്തോടെ അവരോട് ചോദിക്കുന്നു, എനിക്കിപ്പോൾ 3 മൺതേ ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് നിങ്ങളത് കണ്ടുപിടിച്ചത്? അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ അവരോട് തന്റെ അമ്മയെക്കുറിച്ച് പറയുന്നു. തൻ്റെ അമ്മ ഒരുപാട് പേരുടെ ഡെലിവറി നടത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രഗ്നന്റ് വുമൺസിനെയും പരിചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ എനിക്കൊരു പ്രത്യേക സെൻസ് ഉണ്ട്. അത് പറഞ്ഞ് റൂമിലേക്ക് അവർ അവരെ ക്ഷണിക്കുന്നു. റേ ഗർഭിണിയായതുകൊണ്ട് തന്നെ തൻ്റെ ലഗേജുകൾ അവർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ലഗേജുമായി മുൻപിൽ നടക്കുന്നു. റേ എന്താണ് ചെയ്യുന്നതെന്ന് അവർ അന്വേഷിക്കുന്നു. താനൊരു ജേർണലിസ്റ്റ് ആണെന്നും ഇപ്പോൾ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടെന്നും അവൾ പറയുന്നു. അത് കേട്ട് മോണിക്ക അവളോട്, ജേർണലിസ്റ്റ് ആണോ? ഞങ്ങളുടെ മേഴ്സിന് മീഡിയ കവറേജും പബ്ലിസിറ്റിയും കുറവാണെന്ന് പറയുന്നു.
ഇത് കേട്ട് ലിയാം അവളോടായി പറയുന്നു, നിനക്കിനി ഈ യാത്രയെക്കുറിച്ചും എഴുതാമല്ലോ എന്ന്. അപ്പോൾ തൻ്റെ ജോബ് എന്താണെന്ന് അവർ ലിയാമിനോട് ചോദിക്കുന്നു. താനൊരു പാട്ടും മ്യൂസിക്കും ഒക്കെ എഴുതുകയും കമ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണെന്ന് അയാൾ മറുപടി പറയുന്നു. ആണോ, എങ്കിൽ ഞാൻ താങ്കളെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അതും പറഞ്ഞ് അവർ വാതിൽ തുറക്കുന്നു. ഇവിടെ നെറ്റ്വർക്ക് ഇല്ലേ എന്ന് റേ ചോദിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി വയർലെസ് നെറ്റ്വർക്ക് ഉണ്ട്. റൂമിൽ പാസ്വേഡ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ റൂമിനകത്തേക്ക് കയറുന്നു. അടുത്ത നിമിഷം ബെഡിലേക്ക് നോക്കിയ റേ ഷോക്കാകുന്നു. ആ ബെഡിൽ എന്തോ പേടിപ്പിക്കുന്ന രൂപമുള്ള ഒരു സ്ത്രീ കിടക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് കണ്ട് അവർ അവളോട് ഈ റൂം ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുന്നു. ഇഷ്ടമായി, പടികൾ കയറി വന്നതുകൊണ്ട് എന്തോ പോലെ മൈൻഡിൽ തോന്നിയതാണെന്ന് അവരോടായി അവൾ പറയുന്നു. അതിനുശേഷം അവൾ തൻ്റെ സാധനങ്ങളൊക്കെ ബാഗിൽ നിന്ന് മാറ്റുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ കാലിൽ ആരോ പിടിച്ചതുപോലെ അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് ഞെട്ടുന്നു. അത് കണ്ട് ലിയം കാര്യം നിരക്കി. നിനക്ക് വെറുതെ തോന്നിയതാകാമെന്ന് അയാൾ പറയുന്നു. അവൾ കട്ടിലിനടിയിലേക്ക് നോക്കുന്നു. എന്നാൽ അവിടെ ആരുമില്ലായിരുന്നു. പെട്ടെന്ന് ലിയാം താഴേക്ക് കുനിഞ്ഞു വന്ന് അവളെ പേടിപ്പിക്കാൻ നോക്കുന്നു. തനിക്കൊന്ന് നടക്കാൻ പോകണമെന്ന് റേ ലിയാമിനോട് പറയുന്നു. അവൾ ഒറ്റയ്ക്ക് നടക്കാൻ ഇറങ്ങുന്നു. അവൾ നടന്ന് മുന്നിലേക്ക് പോയപ്പോൾ അവിടെ വഴിയിൽ ഒരാൾ റോഡ് ക്ലീൻ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ മൈൻഡിൽ എന്തൊക്കെയോ മെമ്മറികൾ വന്നതുപോലെ തോന്നി. അവൾ അവിടെ നിന്നു. അത് കണ്ട് അയാൾ നിങ്ങൾ ഓക്കെ ആണോ എന്ന് അവളോട് ചോദിക്കുന്നു. അവളുടെ കയ്യിലെ വാച്ച് കണ്ട് അയാൾ ഈ വാച്ച് ഗോൾഡാണോ എന്ന് അവളോട് ചോദിക്കുന്നു. അതെ, എൻ്റെ അമ്മ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി തന്നതാണ് ഈ വാച്ച്. ഞാനിവിടെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വന്നതാണെന്ന് അവൾ പറയുന്നു. അവൾ മുന്നിലേക്ക് നടക്കവേ ഇവിടെ വേഗം ഇരുട്ടി വീഴും, അതിനു മുമ്പ് തിരിച്ചു വരണമെന്ന് അവളോടായി അയാൾ പറയുന്നു. അവളുടെ അമ്മയുമായി ഫോണിൽ സംസാരിച്ച് അവൾ മുന്നോട്ട് നടക്കുന്നു. കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ അവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു. അതിന് പിറകിൽ ഡേഞ്ചറസ് എന്ന ബോർഡും പുറകിലേക്ക് വലിയൊരു കാടും. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു. അവൾ തൻ്റെ ഫോണിലെ ഫോട്ടോസൊക്കെ നോക്കി അവിടെ ഇരുന്നു. അപ്പോഴേക്കും വീട്ടിൽ നമ്മുടെ നായകൻ തൻ്റെ പിയാനോയുമായി മുകളിലേക്ക് കയറിപ്പോയി. അവിടെ ഒരു റൂം അടച്ചിട്ടിരിക്കുന്നത് അയാൾ കണ്ടു. അയാൾ അത് തുറന്നു നോക്കിയപ്പോൾ അവിടെയുള്ളൊരു ചെയർ തനിയെ അനങ്ങുന്നത് അയാൾ കണ്ടു. അവിടെ മറ്റൊരു കാര്യം കൂടി അയാളെ കാത്തിരിപ്പുണ്ടായിരുന്നു, ഒരു റെക്കോർഡർ. അയാൾ അകത്തേക്ക് പ്രവേശിച്ച് ആ ചെയറിനെ ഒന്ന് പിടിച്ചു നിർത്തി. ആ റൂം മുഴുവൻ ഒരു ഹൊറർ ഫീലായിരുന്നു. അപ്പോഴേക്കും മോണിക്ക ആ റൂമിൽ എത്തിയിരുന്നു. തനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ റൂമാണിത്, താനിത് ഉപയോഗിച്ചോട്ടെ എന്ന് അയാൾ ചോദിക്കുന്നു. ഇതെൻ്റെ അമ്മയുടെ മുറിയാണ്, കുഴപ്പമില്ല, താങ്കൾ ഇത് ഉപയോഗിച്ചോളൂ എന്ന് അവർ പറയുന്നു. അവിടെ ഇരുന്ന റെക്കോർഡർ കണ്ട് ഇതെന്താണെന്ന് അയാൾ അവരോട് തിരക്കി. ഇത് ഗോസ്റ്റുമായി സംസാരിക്കാനുള്ളതാണ്. അത് കേട്ട് അയാൾ അവരെ കളിയാക്കി. വെറുതെ പറഞ്ഞതാണ്, ഇതൊരു പഴയ റെക്കോർഡറാണെന്ന് മോണിക്ക പറയുന്നു. അയാൾ ആ റെക്കോർഡർ ഉപയോഗിച്ചോട്ടെ എന്ന് അവരോട് ചോദിക്കുന്നു. അവർ അതിന് സമ്മതിച്ചു. അവർ അവിടെ നിന്ന് മടങ്ങി. എന്നാൽ അയാൾക്കൊരു പാവ അവിടെ ഇരിക്കുന്നത് അത്ര സുഖകരമായി തോന്നിയില്ല. അയാൾ അത് അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റുന്നു. അപ്പോഴേക്ക് റേ തിരിച്ചു വരാനായി അവിടെ നിന്ന് നടന്നു തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് എൻ്റെ കുഞ്ഞ് എന്ന് ആരോ പറയുന്നത് അവൾ കേട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ബെഡിൽ കണ്ട അതേ രൂപം പുറകിൽ നിൽക്കുന്നു. അവരോട് സംസാരിക്കാൻ അവൾ ശ്രമിച്ചു, പക്ഷേ അവരെ അവിടെ കണ്ടില്ല. അവിടെ നിന്ന് അവർ പെട്ടെന്ന് അപ്രത്യക്ഷമായിരുന്നു. പെട്ടെന്ന് അവൾ റൂമിലേക്ക് വന്നു. രാത്രി അവർ 3 പേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. അവർ അവൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നൽകി. എന്നാൽ റേ ആ സ്ഥലത്തെക്കുറിച്ചും ആ വീടിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ അവരോട് ചോദിക്കുന്നു. അവരുടെ അമ്മ ഒരു നല്ല സ്ത്രീ ആയിരുന്നുവെന്നും ഒരുപാട് ചാരിറ്റികൾ ചെയ്തിട്ടുണ്ടെന്നും അവൾ പറഞ്ഞു. കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ ഒരു ഓർഫനേജ് പോലെയായിരുന്നു അവർ ഇത് നടത്തിയിരുന്നത്. അവർ ഒരു ആൽബം കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളായിരുന്നു, അവരെ അഡോപ്റ്റ് ചെയ്തവരാണ് ഈ ഫോട്ടോയിൽ ഉള്ളതെന്നും അവർ പറയുന്നു. അപ്പോഴാണ് നിങ്ങളുടെ അമ്മ ഒരുപാട് കാശുണ്ടാക്കി കാണുമല്ലോ എന്ന് റേ ചോദിക്കുന്നത്. ഇതൊരു ഫ്രീ സർവീസ് ആയിരുന്നുവെന്നും അവർ പറയുന്നു. എന്തുകൊണ്ടാണ് കുട്ടികളുടെ മാത്രം ഫോട്ടോസ്, അവരുടെ അമ്മയുടെ ഫോട്ടോസ് എന്താണ് ഇവിടെ വെക്കാത്തതെന്ന് റേ ചോദിക്കുന്നു. എന്നാൽ അത് അവരുടെ ഐഡന്റിറ്റീസ് പ്രൊട്ടക്ട് ചെയ്യാനും സീക്രട്ടാക്കി വെക്കാനും വേണ്ടിയാണ് വെക്കാത്തതെന്ന് അവർ പറയുന്നു. അവർക്കും കുടുംബത്തിനും അതായിരുന്നു നല്ലത്. പിന്നെ എന്താണ് ഇത് നിർത്താൻ കാരണമെന്ന് അവരോട് റേ തിരക്കുന്നു. അമ്മയ്ക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു എന്നും പിന്നെ സ്ത്രീകൾ അബോർഷനും ബർത്ത് കൺട്രോളും ഒക്കെ വന്നപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇല്ലാതായി. അപ്പോഴേക്കും മോണിക്ക ആ പാവയെക്കുറിച്ച് ലിയാമിനോട് ചോദിക്കുന്നു. എന്തിനാണ് ആ പാവയെ അവിടെ നിന്നെടുത്ത് മാറ്റിയത്? അതൊന്നും തൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റാണെന്നും അതൊന്നും എടുത്തു മാറ്റരുതെന്നും അവർ അയാളോട് പറയുന്നു. അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് ഇരുവരും മുറിയിലേക്ക് പോകുന്നു. അവിടെ ഒരു പഴയ ബുക്ക് ഉണ്ടായിരുന്നു. അയാൾ അത് അവൾക്ക് കൊടുത്തു. അവർ രണ്ടുപേരും ഉറങ്ങാനായി കിടന്നു. എന്നാൽ ഓരോ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാരണം അവൾ ഞെട്ടിയുണർന്നു. ഉറക്ക ഗുളിക കഴിക്കാൻ എടുത്തപ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവൾ അത് കഴിക്കുന്നില്ല. പെട്ടെന്ന് റൂമിന് പുറത്ത് കോയിൻ വീഴുന്ന സൗണ്ട് അവൾ കേൾക്കുന്നു. അവൾ ആ കോയിൻ എടുത്ത് ആ വഴി പോകുന്നു. എന്നാൽ മുകളിലേക്ക് നടന്നെത്തിയപ്പോൾ അവൾ കണ്ടത് രക്തം പുരണ്ട ഡോറും അതിനു മുന്നിലായി അവൾ എപ്പോഴും കാണുന്ന ആ സ്ത്രീ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞു നിൽക്കുന്നതുമായിരുന്നു. അതുകൊണ്ട് അവൾ അലറിക്കരഞ്ഞു. പെട്ടെന്ന് നോക്കിയപ്പോൾ അവൾ ബെഡിൽ തന്നെയായിരുന്നു. നീ സ്വപ്നം കണ്ടതാകും, സാരമില്ല, ഉറങ്ങിക്കോ എന്ന് ലിയാം അവളോടായി പറയുന്നു.
പക്ഷേ അവൾ തന്റെ കൈകളിലേക്ക് നോക്കിയപ്പോൾ അവളെ കൈകളിൽ ആ കോയിനുകൾ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ടൗൺ കാണാനും ഫുഡ് കഴിക്കാനുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. താഴെ നിന്ന മോണിക്കയോട് താങ്കൾ പുറത്തു പോകുകയാണ് എന്ന് അവർ പറയുന്നു. പിന്നെ മുകളിൽ എന്തോ സ്മെൽ ഉണ്ടായിരുന്നുവെന്നും അത് ക്ലീൻ ചെയ്യണമെന്നും അവൾ പറയുന്നു. അവർ ഫുഡൊക്കെ കഴിച്ച് ഒരു ലൈബ്രറിയിലേക്ക് പോകുന്നു. അയാൾ അവിടെ ഫ്രണ്ടിലെ ചെയറിലിരുന്നു. അവൾ അകത്തേക്ക് പോയി. മുക്കുകൾക്കിടയിലൂടെ വിരലുകൾ അവൾ ഓടിച്ചു. അപ്പോൾ ആ ഷെൽഫിൽ താഴെ നിന്നൊരു പുസ്തകം മുമ്പിലേക്ക് വന്നു. അവൾ അതെടുത്ത് തുറന്നു നോക്കി. പേജുകൾ മറിച്ചപ്പോൾ അവൾ കണ്ടത് ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആയിരുന്നു. അത് അവർ താമസിക്കുന്ന മേഴ്സി ഇന്നിനെ കുറിച്ചായിരുന്നു. അവിടെ നടക്കുന്ന കുട്ടികളുടെ കൊലപാതകങ്ങളെക്കുറിച്ചും ഒരു യുവതി മരണപ്പെട്ട വാർത്തയുമൊക്കെയായിരുന്നു അതിൽ. അവൾ അത് വായിച്ച് പെട്ടെന്ന് ഷോക്കാകുന്നു. അപ്പോഴേക്കും ആ ലൈബ്രറിയിലെ സ്റ്റാഫ് അവളുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് അവളോട് ചോദിക്കുന്നു. അപ്പോൾ അവളുടെ കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ കട്ടിംഗ് അവരുടെ നേരേക്ക് നീട്ടി. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമോ? ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അവർ അത് തുറന്നു നോക്കുന്നു. ഇല്ല എന്നവർ മറുപടി പറയുന്നു. പെട്ടെന്ന് തന്നെ ലിയാമിനെയും കൂട്ടി അവൾ അവിടെ നിന്നും മടങ്ങുന്നു. തിരിച്ചു വന്ന അവരോട് ടൗൺ കാണാൻ പോയ വിശേഷങ്ങളൊക്കെ മോണിക്ക തിരക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സ്മെല്ലും ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഇവിടെ ഈവനിങ് ഇടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പഴയ വീടായതുകൊണ്ട് വലിയ സൗണ്ട്സ് ഒക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ടെന്ന് അവർ അവളോട് പറയുന്നു. അത് കേട്ട് അതിന് മറുപടിയായി താനും നല്ല സൗണ്ട്സ് ഉണ്ടാക്കാറുണ്ടെന്ന് അവൾ പറഞ്ഞു. എന്നിട്ട് അവൾ മുകളിലേക്ക് പോകുന്നു. മുറിയിൽ ചെന്ന ഉടൻ അവൾ തന്നെ ലാപ്ടോപ്പ് തുറന്ന് ആ വീഡിയോനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. വളരെ നിഗൂഢമായ കാര്യങ്ങളായിരുന്നു അതിലുള്ളത്. അപ്പോൾ മറുവശത്ത് ലിയം തന്റെ ഫോണിൽ വന്ന മെസ്സേജ് ചെക്ക് ചെയ്തുകൊണ്ട് മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു. അയാൾ കമ്പോസ് ചെയ്ത മ്യൂസിക് റിജക്റ്റ് ആയിരുന്നു എന്നായിരുന്നു ആ മെസ്സേജ്. അത് കണ്ട് അയാൾക്ക് ദേഷ്യം വരുന്നു. അപ്പോഴാണ് ആ റെക്കോർഡർ അയാൾ ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്ന് മനോഹരമായ മ്യൂസിക് പുറത്തേക്ക് വന്നു. അതിനുശേഷം പേടിപ്പിക്കുന്ന ഒരു സൗണ്ടും. അപ്പോഴേക്കും റേയുടെ റൂമിലേക്ക് മോണിക്ക കടന്നു വരുന്നു. റേ പെട്ടെന്ന് സെർച്ച് ചെയ്തതൊക്കെ മാറ്റുന്നു. നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് തരാൻ വന്നതാണ് ഞാൻ. നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. ഇവിടെ ബെഡ്ഷീറ്റ് ഉണ്ട്. ഞങ്ങൾക്കിത് ആവശ്യമില്ല എന്ന് റേ അവരോട് മറുപടി പറയുന്നു. എന്നാൽ ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ ഒരു കുഞ്ഞിന്റെ സ്കാനിങ് ടൈമിലുള്ള ഫോട്ടോ അവർ കാണുന്നു. ഇത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഫോട്ടോ ആണോ എന്ന് അവർ ചോദിക്കുന്നു. അല്ല എന്ന് അവൾ മറുപടി പറയുന്നു. അതിനുശേഷം അവർ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം അവളോട് സംസാരിക്കുന്നു. പെട്ടെന്ന് അവൾ അത് ഓഫ് ചെയ്ത് വെക്കുന്നു. അവർ അവിടെ നിന്ന് മടങ്ങുന്നു. അത് കഴിഞ്ഞ് റേ ലിയാമിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. കാര്യം തിരക്കിയ ലിയാമിനോട് അവൾ തന്റെ കൂടെ വരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു കോൾ വരുന്നു. ആ ലൈബ്രറിയിൽ വർക്ക് ചെയ്ത സ്ത്രീയായിരുന്നു അത്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ആ യുവതി വന്ന് ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് കാണിച്ച് അവിടത്തെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമോ എന്ന് തന്നോട് തിരക്കിയെന്ന് മോണിക്കയോട് അവർ പറയുന്നു. അത് കേട്ട് അവർക്ക് എന്തോ പന്തികേട് തോന്നുന്നു. അവർ റേയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനിടയിൽ റേയും ലിയാമും കൂടി നടന്ന് താൻ മുമ്പ് പോയ സ്ഥലത്തേക്ക് പോകുന്നു. റേ ലിയാമിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവൾക്കുണ്ടായ ഡൗട്ടുകൾ അയാളോട് പറയുന്നു. അതൊക്കെ നിന്റെ തോന്നലുകളാണെന്ന് അയാൾ അവളോട് പറയുന്നു. എന്നാൽ റേ അതൊന്നും ചെറിയ കാര്യങ്ങളായി വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൾ അയാളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. അവർ ആ ഡേഞ്ചറസ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്ന കാട്ടിനുള്ളിലേക്കാണ് പോകാൻ വന്നത്. എന്നാൽ ലിയം അവിടെ വെയിറ്റ് ചെയ്തുകൊള്ളാം എന്ന് പറയുന്നു. റേ അയാളോടായി പറയുന്നു, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, എനിക്ക് പേടിയില്ല. നീ എൻ്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നീ എവിടെയാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാനാകും എന്ന് റേ ലിയാമിനോട് പറയുന്നു. അവൾ മുന്നോട്ടേക്ക് പോയി. ലിയാം റേയുടെ പേരുകൾ വിളിച്ച് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവൾ ഞെട്ടിക്കുന്നതായിരുന്നു. അവൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് പകർത്തി. അപ്പോഴേക്കും ആകാശം ഇരുണ്ടു മൂടാൻ തുടങ്ങിയിരുന്നു. നല്ല ഇടിയും തുടങ്ങിയിരുന്നു. ലിയം തന്റെ റെക്കോർഡറിലെ സൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് മറ്റെന്തോ സൗണ്ട് അയാൾ കേട്ടു. അപ്പോൾ തന്നെയായിരുന്നു അവളുടെ വയറ്റിൽ അനക്കമുണ്ടായത്. അത് അവൾക്ക് സന്തോഷമേകി. അത് കഴിഞ്ഞ് അവൾ ഓരോ സ്ഥലങ്ങൾ നോക്കിയപ്പോഴേക്കും അവിടെ ഓരോ പാവക്കുട്ടികളെ കണ്ടിരുന്നു. അവൾ അതിൻ്റെയൊക്കെ ഫോട്ടോകൾ അവൾ പകർത്തി. പെട്ടെന്ന് അവൾ ഒരു കുഴിയുടെ അടുത്തേക്ക് പോയിരുന്നു. അതിൻ്റെ ഫോട്ടോകൾ പകർത്തവേ ആ കുഴിയുടെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കൈ പുറത്തേക്ക് നിന്ന് അവളെ താഴേക്ക് വലിച്ചു. പെട്ടെന്ന് അവൾ അലറിക്കരഞ്ഞു. അപ്പോഴേക്കും അവളുടെ കൈകളിലേക്ക് മുകളിൽ നിന്നും എന്തോ രക്തത്തുള്ളികൾ വന്ന് വീഴുന്നത് അവൾ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ മുകളിലിരുന്ന ഒരു പാവയിൽ നിന്നുമായിരുന്നു അത് വന്നത്. അത് കണ്ട് അവൾ പേടിച്ച് ഞെട്ടിക്കരഞ്ഞു. അവിടെ നിന്ന് അവൾ ഓടി. അവൾ ഓടിക്കൊണ്ടിരിക്കവേ തന്നെ എന്തൊക്കെയോ ഭയാനകമായ സൗണ്ടുകൾ അവിടെ കേൾക്കുന്നു. അവൾ ഓടി ഓടി ആ വൃദ്ധന്റെ അടുത്തായിരുന്നു ചെന്നത്. അയാൾ അവളെ കണ്ടതും എത്രയും വേഗം നീ ഇവിടുന്ന് പോകാൻ പറയുന്നു. ഇവിടെ നീ നിൽക്കാൻ പാടില്ല. ഈ സിറ്റിയിൽ നിന്ന് തന്നെ നീ പോകണമെന്ന് അയാൾ അവളോട് പറയുന്നു. അപ്പോഴേക്കും ഇതിന്റെ പുറകിൽ എന്താണ് എന്ന് അവൾ അയാളോട് തിരക്കുന്നു. അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. കൂടുതൽ കാര്യങ്ങൾ ഇടപെട്ടാൽ താൻ മോണിക്കയോട് പറഞ്ഞു കൊടുക്കുമെന്നും അയാൾ പറയുന്നു. അവൾ അവിടെ നിന്നും മടങ്ങുന്നു. റൂമിൽ വന്ന് രണ്ടുപേരും സംസാരത്തിലാകുന്നു. ഇവിടെ നിന്ന് പോകണമെന്ന് ലിയാം പറയുന്നു. പക്ഷേ റേ വരാൻ പറ്റില്ല എന്ന് അയാളോട് മറുപടി പറയുന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ അവർ ഒത്തുകൂടി. അവർ നല്ല സാലഡ് ഉണ്ടാക്കിയതിന് ലിയാം അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു.
എന്നാൽ അതിലേക്ക് നോക്കിയപ്പോൾ റേയ്ക്ക് അതിൽ സാലഡിന് പകരം രക്തമാണ് കാണുന്നത്. അത് അവളുടെ തോന്നലായിരുന്നു. നിങ്ങളെയും നിങ്ങളുടെ അമ്മയെയും കുറിച്ച് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നിട്ടുണ്ടല്ലോ എന്ന് അവൾ മോണിക്കയോട് ചോദിക്കുന്നു. ഇവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന് അവൾ തിരക്കുന്നു. സത്യമാണ്, നടന്നിട്ടുണ്ട്. കുറച്ചുപേര് മരിച്ചിട്ടുണ്ട്. അതിൽ അമ്മയ്ക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നുവെന്നും അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവരെ കെയർ ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നു. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അമ്മ ഒരുപാട് മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അമ്മയുടെ കൂടെ വീട്ടിലെ ഓരോ ജോലിയിൽ ഏർപ്പെട്ട് അവരെ സഹായിച്ചിരുന്നു. അമ്മയും അതിനെ എതിർത്തിട്ടില്ല. ഒരുപാട് പേരും സ്വയം അബോർഷൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മരിച്ചതിനേക്കാൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലുകളിൽ മരിച്ചിട്ടുണ്ട്. ഞാൻ സത്യമാണ് പറയുന്നത്, മോണിക്ക അവളോടായി പറയുന്നു. താൻ ആരെയും ക്വസ്റ്റ്യൻ ചെയ്തതല്ല എന്ന് റേ അവരോട് പറയുന്നു. അത് കേട്ട് നിന്റെ അസുഖമാണ് നിന്നെ ഇങ്ങനെ ഓരോ ഇമാജിനേറ്റീവ് ആക്കുന്നതെന്ന് അവർ പറയുന്നു. അവൾ അവരോട് എന്താ പറഞ്ഞത്, തനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുന്നു. നീ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നില്ലേ? ആ ടൈമിലുണ്ടായ ക്രൈംസിനെ പറ്റി അവർ തിരക്കുന്നു. അവൾ അതിന് മറുപടി പറയുന്നു. അവർ തൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ചുറ്റുമുള്ള സൊസൈറ്റിയിലെ ആളുകളെല്ലാം അമ്മ ചെയ്തതൊക്കെ ഒരു തെറ്റാണെന്ന് വെച്ച് തീർത്തു. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീയെ അവർ വെറുത്തിരുന്നു. അവർ ഒരുപാട് വിഷമിച്ചു. അവർക്ക് എവിടെ നിന്നും പിന്തുണയോ അപ്രിസിയേഷൻസോ കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് അവർ മരിക്കുന്നത്. അത് കേട്ട് താൻ ആ വശം ചിന്തിച്ചില്ല എന്ന് റേ മറുപടി പറയുന്നു. ആരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നും എല്ലാവരും ഞങ്ങളുടെ മേലായിരുന്നു എല്ലാ കുറ്റവും ചുമത്തിയിരുന്നതെന്ന് അവർ റേയോട് പറയുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പഴയ കാര്യങ്ങളൊന്നും ചികഞ്ഞെടുക്കാൻ ശ്രമിക്കരുതെന്ന് മോണിക്ക റേയോട് പറയുന്നു. അത് കേട്ട് അവൾ റൂമിലേക്ക് പോയി. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അയാൾ അവളെ സമാധാനിപ്പിച്ചു. നാളെ നമ്മുടെ അവസാന ദിവസമാണെന്നും നാളെ നിന്റെ ബർത്ത്ഡേ ആണെന്നും താൻ ഫുൾ ഫ്രീ ആയിരിക്കണമെന്നും അയാൾ അവളോട് പറഞ്ഞു. രാത്രി ആ വൃദ്ധനായ ആൾ ഒരു ശവപ്പെട്ടി നിർമ്മിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട റേ ലിയാമിനെ വിളിക്കുന്നു. എന്നാൽ അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. റേ നല്ല ധൈര്യശാലിയാണെന്ന് തോന്നിപ്പോകും. അവൾ അവിടെ മെഴുകുതിരി വെളിച്ചത്തിൽ ഒരു ബുക്ക് കാണുന്നു. അപ്പോഴേക്കും ലിയാം റൂമിൽ നിന്ന് പുറത്തേക്ക് എന്തോ കണ്ട് അത്ഭുതത്തോടെ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ആ മുറി കണ്ടാൽ ശരിക്കും പേടിയാകും. അവൻ നോക്കുമ്പോൾ കാണുന്നത് തന്റെ പിയാനോ വായിക്കുന്ന സ്ഥലത്ത് ഒരു പാവക്കുട്ടി ഇരിക്കുന്നതാണ്. അവൻ അത് കണ്ട് പേടിക്കുന്നു. റെക്കോർഡിൽ നിന്ന് ഭയാനകമായ സൗണ്ട് കേട്ട് അവൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ റെഡ് കളറിൽ ഗ്ലാസിൽ സൈമൺ എന്ന് എഴുതി കാണിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ പിയാനോ വായിക്കൂ എന്ന് പേടിപ്പിക്കുന്ന ശബ്ദത്തോടെ ആ റെക്കോർഡറിൽ നിന്ന് ആരോ പറഞ്ഞു. റേ മറ്റൊരു മുറിയിലാണല്ലോ. അവൾ ആ ബുക്ക് കയ്യിലെടുക്കുന്നു. അവൾ മെഴുകുതിരി വെളിച്ചത്തിലൂടെ അടുത്തേക്ക് വെച്ച് നോക്കിയപ്പോൾ ആ ബുക്കിൽ അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നു. അതൊരു പെൺകുട്ടി എഴുതിയതായിരുന്നു. അവളത് ലെമൺ ജ്യൂസ് കൊണ്ടാണ് എഴുതിയത്. അതിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു. ഞാനൊരു മെയ് മാസത്തിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പാരൻസ് എൻ്റെ കുഞ്ഞിനെ അംഗീകരിച്ചില്ല. പഠിത്തം നഷ്ടമാക്കിയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ ആർക്കും ബുക്കോ പെൻസിലോ ഒന്നും കൊടുക്കാറില്ല. ഇവിടുത്തെ സർവീസ്മാൻ എന്നോട് കരുണ കാണിച്ചു. ആരും കാണാതെ അദ്ദേഹം തന്നതാണ് ഈ ബുക്ക്. ഇവിടെ പ്രസവിക്കുന്ന ഒരു അമ്മമാർക്കും തൻ്റെ കുഞ്ഞുങ്ങളെ തൊടാനോ എന്തിന് ഒന്ന് കാണാൻ പോലും അനുമതി ഉണ്ടായിരുന്നില്ല. ഒരു നീഗ്രോ ഗേൾ ഒരു കോഫി ബ്രൗൺ കളറുള്ള കുട്ടിക്ക് ജന്മം നൽകി. അവൾ മരിച്ചു. അവർ കാണാതെ ഞാൻ ആ കുട്ടിയെ ഫീഡ് ചെയ്തു. പക്ഷേ ആ കുട്ടിയെ അവർ കൊന്നുകളഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട്, ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞോ ആരെങ്കിലും ഒരാൾ മാത്രമേ ഇവിടെ നിന്ന് ജീവനോടെ പോകൂ എന്ന്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ പോലും അവരുടെ അമ്മമാർക്ക് അതിനെ ഒന്ന് താലോലിക്കാൻ പോലും കഴിയില്ല. അപ്പോഴാണ് എൻ്റെ കുഞ്ഞെന്ന് പുറകെ നിന്ന് ആരോ പറഞ്ഞതുപോലെ അവൾക്ക് തോന്നിയത്. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കേൾക്കുന്നത് ലിയാം ചിരിക്കുകയും മ്യൂസിക് പ്ലേ ചെയ്യുകയും ചെയ്യുന്നതാണ്. അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ മറ്റൊരു സ്വഭാവമുള്ള ലിയാമിനെയാണ് അവൾ കാണുന്നത്. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ വാക്കുതർക്കങ്ങളിലാകുന്നു. അവൾ അത് കേട്ട് അവിടെ നിന്നും വിഷമിച്ചു പോകുന്നു. പോയത് ബാക്കി കൂടി വായിക്കാൻ വേണ്ടിയായിരുന്നു. അതിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഞാൻ നിരീക്ഷണത്തിലാണ്. എനിക്ക് എൻ്റെയും എൻ്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും ജീവൻ്റെ കാര്യത്തിൽ പേടിയുണ്ട്. എനിക്കിതൊരു ആൺകുട്ടിയാണെന്ന് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ കിച്ചണിൽ നിന്നും മാറ്റി ഇപ്പോൾ ലോണ്ടറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്വന്തം വേസ്റ്റ് വാട്ടർ ഉപയോഗിച്ചാണ് ഇത് എഴുതുന്നത്. മറ്റൊരു കുട്ടിക്ക് ലേബർ പെയിൻ വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് അവർ ഡ്രഗ്സ് തരുന്നുണ്ട്. ഇന്നൊരു കുട്ടിയുടെ ഡെലിവറി നടക്കുന്നുണ്ട്. പക്ഷേ അവളുടെ 2 കാലുകളും കൈകളും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അവളുടെ ബർത്ത് പ്രിവെൻറ്റ് ചെയ്യാനായിരുന്നു. കാരണം റോസ് ആഹാരം കഴിക്കുകയാണ്. ചിലപ്പോൾ അവർ ഡെലിവറി കഴിഞ്ഞാണ് ആഹാരം കഴിക്കുന്നത്. അത് അവരുടെ സ്വന്തം ഹെൽത്ത് നോക്കിയാണ്. ഞാൻ അവരോടൊപ്പം ഒരു സിസേറിയൻ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ അമ്മയും കുഞ്ഞും ഇവിടുന്ന് അപ്രത്യക്ഷമായിരുന്നു. അപ്പോഴേക്കും ലിയാം അവിടെ വന്നിരുന്നു. അവളോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു. അയാൾ വിഷമത്തോടെ പറയുന്നു, നമുക്ക് ഇവിടെ നിന്ന് നാളെ തന്നെ പോകാമെന്ന്. പക്ഷേ ഒരു ദിവസം കൂടി എനിക്ക് തരുമോ എന്ന് റേ അയാളോട് ചോദിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്നും അവൾ പറയുന്നു. അടുത്ത ദിവസം രാവിലെ ലിയാം തനിച്ച് പുറത്തേക്ക് പോകുന്നു. മോണിക്ക റേ എവിടെയാണെന്ന് അയാളോട് തിരക്കുന്നു. അവൾ പുറത്തു പോയി എന്ന് ലിയാം പറയുന്നു. വല്ലാതെ ഷെയിമായിപ്പോയി. അവളുടെ ബർത്ത്ഡേ ദിവസം തന്നെ അവൾ പോയല്ലോ എന്ന് അവർ ചോദിക്കുന്നു. അത് കുഴപ്പമില്ല, അവൾ ഓക്കെ ആണെന്ന് അയാൾ പറയുന്നു.
ഇന്നലെ നടന്ന ബഹളം ഞാൻ കേട്ടിരുന്നു എന്ന് മോണിക്ക ലിയാമിനോട് പറയുന്നു. അയാൾ അതിന് ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല, ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടെന്ന് അവർ അവനോട് പറയുന്നു. അവർ വേറെ എന്തോ ഡ്രിങ്ക്സ് കുടിക്കാൻ കൊടുക്കുന്നു. അതേസമയം നമ്മുടെ റേ റോസിനെ അടക്കിയ സ്ഥലത്തേക്ക് പോകുന്നു. പിന്നീട് അവൾ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അവൾ മേഴ്സിനെ കുറിച്ച് സംസാരിക്കണമെന്ന് അവിടെ ഇരുന്ന ഓഫീസറോട് പറയുന്നു. അത് കേട്ട് മറ്റൊരു ഓഫീസർ അടുത്തേക്ക് നടന്നു വരുന്നു. വരൂ, നമുക്ക് സംസാരിക്കാമെന്ന് അയാൾ പറയുന്നു. അവൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അയാൾ ഓഫ് ചെയ്യുന്നു. അവൾ അയാളോട് മേഴ്സിനെ പറ്റി സംസാരിക്കുന്നു. അയാൾക്കറിയുന്ന കാര്യം കൂടി അവളോട് പറയുന്നു. അവൾ മോണിക്കയും ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് അയാളോട് ചോദിക്കുന്നു. പക്ഷേ താങ്കൾക്കത് അറിയില്ല, അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് ഈ കേസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് അവൾ പറയുന്നു. തിരിച്ച് രാത്രിയാണ് അവൾ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചാണ് അവൾ സത്യങ്ങൾ അറിയുന്നത്. അവൾ നേരെ പോയത് ആ വൃദ്ധന്റെ റൂമിലേക്കായിരുന്നു. അവളെ കണ്ടതും വൃദ്ധൻ കഥ കടയ്ക്കാൻ പറയുന്നു. അയാൾ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. റോസ് തൻ്റെ എൽഡർ സിസ്റ്റർ ആണെന്നും അവൾ പറഞ്ഞത് കേട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ ജീവനോടെയും അല്ലാതെയും താൻ കുടിച്ചു മൂടിയിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു. അവർ സ്വർഗത്തിലേക്ക് പോയി സമാധാനത്തോടെ ജീവിക്കുമെന്ന് റോസ് അയാളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. പക്ഷേ അവൾ കള്ളമായിരുന്നു പറഞ്ഞതെന്ന് അയാൾ പറയുന്നു. ഞാനും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അയാൾ കരയുന്നു. അപ്പോഴേക്കും ലിയാം അവരുടെ വലയത്തിലുള്ളതായി കഴിഞ്ഞു. ആ വൃദ്ധനോട് അവൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. നിന്നെ ഇവിടെ വരുത്തിയതാണ്. നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് റേ എന്താണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് അയാളോട് ചോദിക്കുന്നു. നിനക്ക് ചെറിയ സ്ഥലങ്ങൾ ഇഷ്ടമല്ലല്ലേ? നീ കുറച്ചു നേരം മാത്രമേ മണ്ണിനടിയിൽ കഴിഞ്ഞിട്ടുള്ളൂ. നിന്റെ അമ്മ എന്നോട് വലിയ കാര്യമായിരുന്നു. എന്നെ കൊണ്ടവർ അതും ചെയ്യിപ്പിച്ചു. നീ കുഞ്ഞു കുട്ടിയായിരുന്നു. നിന്റെ കയ്യിൽ ചെറിയ പാടില്ലേ? 42 വർഷമായി. ഇന്ന് നിന്റെ ജന്മദിവസമല്ലേ? നിങ്ങൾക്കിത് എങ്ങനെ അറിയാമെന്ന് അയാളോട് അവൾ ചോദിക്കുന്നു. നിന്നെ ഞാനാണ് അവർക്ക് കൊടുത്തത്. അവർ ഇവിടെ ആദ്യമായാണ് വന്നത്. ഒരു ധനികരായ കുടുംബത്തിന് കുഞ്ഞിനെ വേണമായിരുന്നു. ഞാനൊരു ദത്തുപുത്രിയല്ല എന്ന് അവൾ പറയുന്നു. നിങ്ങളെന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ ബഹളം വയ്ക്കുന്നു. ഞാനാണ് നിന്റെ അമ്മ റേച്ചലിന് പകരം നിനക്ക് പേരിട്ടത്, ബേബി റേ. ഇരുട്ട് മൂടിയ സ്ഥലത്തെ വെളിച്ചത്തിന്റെ രശ്മി. എനിക്ക് തോന്നുന്നു നിന്റെ പുതിയ പാരൻസിനും ആ പേര് ഇഷ്ടമായി. അതുകൊണ്ടായിരിക്കാം അവർ ആ പേര് മാറ്റാതിരുന്നത്. അതൊരിക്കലും സത്യമല്ല എന്നവൾ പറയുന്നു. നിന്റെ അമ്മ സംസാരിക്കാൻ മിടിക്കുകയായിരുന്നു. ഒരു എഴുത്തുകാരിയായിരുന്നു, നിന്നെപ്പോലെ തന്നെ. ഞാനാണ് അവൾക്ക് ആ ബുക്ക് നൽകിയത്. ഞാനത് അവൾക്ക് വേണ്ടി മറച്ചു വെച്ചു. പെട്ടെന്ന് ഇതൊരിക്കലും സാധ്യമല്ല എന്ന് റേ അയാളോട് പറഞ്ഞു. നീ ആ പേജുകൾ വായിച്ചില്ലേ എന്ന് അയാൾ അവളോട് ചോദിക്കുന്നു. പക്ഷേ അവൾ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഞാനത് വിശ്വസിക്കില്ല എന്നവൾ പറയുന്നു. കിച്ചന്റെ താഴെയുള്ള ബേസ്മെന്റിലേക്കുള്ള വഴി അയാൾ പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ താക്കോലും എടുക്കാൻ അയാൾ പറയുന്നു. അവൾ പെട്ടെന്ന് ആ താക്കോലും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അയാൾ പുറത്തിറങ്ങി അവളെ നോക്കുന്നു. അപ്പോഴേക്കും പുറകിൽ നിന്ന് ആരോ അയാളെ വന്ന് കുത്തി വീഴ്ത്തുന്നു. വീടിനുള്ളിലേക്ക് പോയ അവളെ ലിയാം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവനോട് അവൾ ലേറ്റ് ആയതിന് സോറി പറയുന്നു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് പോകുന്നു. അവൾ അപ്പോൾ തന്നെ തൻ്റെ അമ്മയെ വീഡിയോ കോൾ ചെയ്യുന്നു. എന്നാൽ ആദ്യം അത് അമ്മ സമ്മതിച്ചില്ല. പിന്നീട് അവർക്കത് സത്യമാണെന്ന് പറയേണ്ടി വന്നു. പക്ഷേ എവിടെ നിന്നാണ് തന്നെ ദത്തെടുത്തതെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ആരോ നെറ്റ്വർക്ക് കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. അപ്പോഴേക്കും മോണിക്ക ലിയാമിനെ വൈൻ കുടിക്കാനൊക്കെ ക്ഷണിക്കുന്നു. റേ നമ്മുടെ കൂടെ ഉണ്ടാവില്ലെന്ന് അവൻ പറയുന്നു. അവൾക്ക് എന്തു പറ്റി? അവൾക്ക് ഇന്നും വയ്യേ? ഞാൻ ഈ ദിവസത്തിന് വേണ്ടി റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. എന്ത് മോശമാണ് അവൾ കാണിച്ചതെന്ന് മോണിക്ക ലിയാമിനോട് പറയുന്നു. ഇതേ സമയം റേ താഴെ ബേസ്മെന്റിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. നല്ല ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു അത്. കണ്ടാൽ തന്നെ പേടിയാക്കും. അവൾ അവിടെ എന്തൊക്കെയോ തിരഞ്ഞ് പരതി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയം മോണിക്ക ലിയാമിന് വൈനൊക്കെ കൊടുത്ത് മറ്റൊരാളാക്കി മാറ്റിയിരുന്നു. അവനെ അവളിൽ നിന്നും അകറ്റാനായിരുന്നു അവർ നോക്കിയിരുന്നത്. റേ അവിടുത്തെ ലൈറ്റ് ഓണാക്കുന്നു. റോസ് ഡെലിവറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ അവൾ കണ്ടുപിടിക്കുന്നു. മുകളിലാകട്ടെ ഇവിടെ എന്തോ ഈവിൾ സ്പിരിറ്റ് ഉണ്ടെന്ന് ലിയാം മോണിക്കയോട് പറയുന്നു. അവർ എന്താണ് നീ ഉദ്ദേശിച്ചതെന്ന് അവനോട് ചോദിക്കുന്നു. നിങ്ങളുടെ അമ്മയാണ് ഈവിൾ എന്ന് അവൻ പറയുന്നു. ഇവിടെ ഒരു ഈവിൾ ഉണ്ട്, പക്ഷേ അത് എൻ്റെ അമ്മയല്ല, അതൊരു പുരുഷനാണെന്ന് അവർ പറയുന്നു. അവർ അവനോട് തൻ്റെ അമ്മയുടെ പഴയ കാര്യങ്ങൾ പറയുന്നു. ഒരിക്കൽ ഒരു ജെന്റിൽമാൻ ഇവിടെ വന്നിരുന്നു. നിന്നെപ്പോലെ ഒരു യങ് സ്ട്രേഞ്ചർ ആയിരുന്നു അയാളും. ഇവിടെയുള്ള ലോക്കൽസ് എല്ലാവരും ഇതിനു ചുറ്റും പരതി നടന്നു. പക്ഷേ അമ്മ അത്ര സുന്ദരിയായിരുന്നില്ല. ആരും അവരെ തിരഞ്ഞെടുത്തില്ല. പക്ഷേ അയാൾ അമ്മയോട് അടുത്തു. നമുക്കൊരു ഡാൻസ് കളിച്ചാലോ എന്ന് മോണിക്ക ലിയാമിനോട് ചോദിക്കുന്നു. അവർ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു. അമ്മയുമായി അയാൾ അടുത്തു. അവർ തുടർന്നു. അയാൾ അന്ന് രാത്രി അമ്മയെ ഒരു മൃഗത്തെ പോലെ കണ്ടു. എന്നിട്ട് അയാൾ രാവിലെ എങ്ങോട്ടോ പോയി. അവർ അതിനെ തരണം ചെയ്തു, ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു ഈവിൾ മാത്രം അവശേഷിച്ചു, അയാളുടെ കുട്ടി. അത് നിങ്ങളല്ലേ എന്ന് ലിയാം മോണിക്കയോട് ചോദിച്ചു. അല്ല, അതൊരു ആൺകുട്ടിയായിരുന്നു, സൈമൺ ജോസഫ്.
പിശാചിന്റെ സ്വന്തം മകൻ. അമ്മ ഒരുപാട് കരഞ്ഞു, പ്രാർത്ഥിച്ചു. അവർ വളരെ ഉച്ചത്തോടെ ദേഷ്യത്തോടെ അയാളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ സഹോദരന് പിന്നെ എന്താ പറ്റിയതെന്ന് ലിയാം അവരോട് തിരക്കുന്നു. റോസ് ആ കുട്ടിയെ എന്താണ് ചെയ്തതെന്ന് അവരോട് അവൻ ചോദിക്കുന്നു. പിശാച് ഈ വീട്ടിൽ പ്രവേശിക്കരുത് എന്ന് അവർ അലറി വിളിച്ച് അവർ ആ കുഞ്ഞിനെ കതകിൽ അടിച്ചടിച്ച് കൊന്നുകളഞ്ഞു. അവർ ചെയ്തത് അനിവാര്യമായ കാര്യമാണെന്ന് മോണിക്ക ലിയാമിനോട് പറയുന്നു. നീ അത് ചെയ്യില്ലേ എന്ന് അവർ ലിയാമിനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും താഴെയറെ ഏതൊക്കെയോ ബുക്കുകൾ പരിശോധിക്കുന്നു. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബുക്കെടുത്ത് വായിക്കുന്നു. എനിക്ക് പെയിൻ സ്റ്റാർട്ടായിരിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ജീവിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ എല്ലാവരുടെ കണ്ണുകളിൽ ഭയം മാത്രമായിരുന്നു. ഞങ്ങൾ മരിച്ചാലും എൻ്റെ പേര് എല്ലാവരും അറിയാനായി നൽകും. എന്നെങ്കിലും സത്യത്തിൻ്റെ വെളിച്ചം പുറത്തു വരണം. റേച്ചൽ എലിസബത്ത് മോർഗൻ ആൻഡ് ചൈൽഡ് എന്നായിരുന്നു ആ പേജിൻ്റെ അവസാനം. അപ്പോഴേക്കും അവളുടെ പുറകിൽ എന്തോ സൗണ്ട് കേൾക്കുന്നു. അവൾ അവിടെ ഒരു ചെറിയ ബോക്സ് കാണുന്നു. അവൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതിൽ പുഴു അരിച്ച നിലയിൽ ഒരു കുഞ്ഞിൻ്റെ ബോഡിയുമുണ്ട്. അവൾ അത് കണ്ട് പേടിച്ച് ബാക്കിലേക്ക് നീങ്ങുന്നു. പെട്ടെന്നൊരു കുഞ്ഞ് പേടിപ്പിക്കുന്ന സൗണ്ടുമായി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അവൾ ഓടി ഒരു മുറിയിലേക്ക് കയറുന്നു. ആ മുറിയിൽ അവൾ കുറെ റെഡ് കളറിലുള്ള ബോട്ടിലുകൾ കാണുന്നു. അവൾ ലൈറ്റ് ഓണാക്കി ആ ബോട്ടിലൊന്ന് ഉയർത്തിപ്പിടിച്ച് നോക്കുന്നു. അപ്പോൾ മുകളിൽ ഒരു കുഞ്ഞിൻ്റെ സ്കെൽട്ടൺ കാണുന്നു. അവളത് കണ്ട് പേടിച്ച് നിലവിളിച്ചു. കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ താഴെ വീണ് പൊട്ടുന്നു. അപ്പോഴേക്കും മോണിക്ക അവിടെ എത്തുന്നു. അവരെ കണ്ട് അവൾ പേടിക്കുന്നു. അവൻ നിന്നെ പിന്തുടരുമെന്ന് അവർ അവളോടായി പറയുന്നു. താഴെ വീണ് പൊട്ടിയ ബോട്ടിൽ കണ്ട് സപ്ലൈ കുറയുകയാണെന്ന് അവർ പറയുന്നു. എന്നാൽ റേയ്ക്ക് അത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവൾ അവരോട് ചോദിക്കുന്നു. എൻ്റെ അമ്മ കണ്ടുപിടിച്ചതാണിത്. തങ്ങളുടെ യൗവനം നിലനിർത്താൻ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഇഞ്ചക്ട് ചെയ്യും. അത് കേട്ട് അവൾ ഞെട്ടുന്നു. അവൾക്ക് പേടിയാകുന്നു. അവൾ അലറിക്കരയുന്നു. എൻ്റെ അടുത്തേക്ക് വരരുത്. നിങ്ങളുടെ അമ്മ ചെയ്ത തെറ്റ് നിങ്ങൾ മറച്ചു പിടിക്കുന്നു എന്ന് റേ അവരോടായി പറയുന്നു. എന്നാൽ ഞാൻ എൻ്റെ അമ്മ തന്നെയാണ് എന്ന് അവർ അവളോട് പറയുന്നു. അവൾ പേടിച്ച് പുറകിലേക്ക് പോകുമ്പോൾ പുറകുവശത്തെ വാതിൽ തുറന്ന് അവൾ ബാക്കിലേക്ക് വീഴുന്നു. അപ്പോഴേക്കും ലിയാം അവിടെ എത്തി അവളെ ബോധരഹിതയാക്കുന്നു. പിന്നെ അവൾ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് അവളെ ഒരു മുറിയിൽ കയ്യും കാലും ബന്ധിച്ച് കിടത്തിയിരിക്കുന്നതാണ്. അവൾ അത് അഴിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷേ അത് അഴിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. എന്നാൽ അതേസമയം ലിയാം അവരുടെ കൂടെ ചേർന്ന് അവളെ ഇഞ്ചക്ട് ചെയ്യാനുള്ള മെഡിസിൻ പ്രിപ്പറേഷൻ ചെയ്യുകയായിരുന്നു. എന്നാൽ റേ പെട്ടെന്ന് തന്നെ അമ്മേ എന്നെ രക്ഷിക്കൂ എന്ന് അലറിക്കരയുന്നു. അവൾ മയങ്ങിപ്പോകുന്നു. പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ തൻ്റെ കാലിലെയും കൈയിലെയും കെട്ടുകൾ അഴിഞ്ഞിരിക്കുന്നു. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവളുടെ അമ്മ തന്നെയാണ് അത് വന്ന് അഴിച്ചുവിടുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ലിയം അവരോട് ചോദിക്കുന്നു. നിനക്കെന്തായാലും ആ കുഞ്ഞിനെ വേണ്ടല്ലോ, നീ നിന്റെ കാര്യം നോക്ക് എന്ന് മോണിക്ക അവനോട് പറയുന്നു. അല്ല, അതല്ല സത്യമെന്ന് ലിയാം പറയുമ്പോൾ, നീ ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണ്. നീ പോയി നിന്റെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് കേൾക്കൂ. എന്നിട്ട് കിട്ടാൻ പോകുന്ന ഇൻഷുറൻസ് മണിയെക്കുറിച്ച് ആലോചിക്കൂ. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് അയാൾ പറയുന്നു. അവർ അവളുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. റേ ആകട്ടെ തൻ്റെ റൂമിൽ നിന്ന് കാറിൻ്റെ കീ അന്വേഷിക്കുകയാണ്. പക്ഷേ അവൾക്കത് കിട്ടുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ പുറത്ത് ആ വൃദ്ധൻ്റെ മുറിയിലേക്ക് ഓടിപ്പോകുന്നു. പക്ഷേ അയാൾ കുത്തേറ്റ് കിടക്കുന്നതാണ് അവൾ കാണുന്നത്. അവൾ ആ കത്തി വലിച്ചൂരുന്നു. അയാൾക്ക് അപ്പോൾ ബോധം വരുന്നു. അവളോട് ബാക്കിലെ കാടിനുള്ളിലേക്ക് ഓടാൻ അയാൾ പറയുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടുന്നു. അവൾ കാട്ടിലേക്ക് ഓടി. പെട്ടെന്ന് ലിയാം അവിടെ വരുന്നു. എന്നോട് ക്ഷമിക്കൂ, അവർ എനിക്ക് ഡ്രഗ്സ് തന്ന് ഇങ്ങനെ മാറ്റിയതാണ്. നീ എന്നെ വിശ്വസിക്കണമെന്ന് അയാൾ പറയുന്നു. ഒരിക്കലും നിന്നെ ഞാനിനി വിശ്വസിക്കില്ല എന്ന് അവൾ ലിയാമിനോട് പറഞ്ഞു. പെട്ടെന്ന് മോണിക്ക പിറകിലൂടെ വന്ന് അവൻ്റെ കഴുത്തിൽ കത്തികൊണ്ട് കീറുന്നു. അത് കണ്ട് അവൾ ഭയത്തോടെ അലറുന്നു. അപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയും ചെയ്തു. നീ ഇനി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞു മുഖത്ത് തെറിച്ചു വീണ ചോര അവർ കുടിക്കുന്നു. അവർ അവളെ പിന്തുടർന്നു പോകുന്നു. അവളെ കൊല്ലാനായി അടുത്തേക്ക് വരുമ്പോൾ പുറകിലൂടെ വന്ന ആ വൃദ്ധൻ അവരെ അടിച്ചിടുന്നു. നീ സ്വയം രക്ഷപ്പെടൂ എന്ന് അയാൾ അവളോട് പറയുന്നു. താൻ മുമ്പ് നിർമ്മിച്ച ശവപ്പെട്ടിയിൽ അവരെ അയാൾ കിടത്തുന്നു. അതിനുശേഷം അയാൾ ആ ശവപ്പെട്ടി മൂടുന്നു. അവർക്ക് ജീവനുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. അവർ അതിനുള്ളിൽ കിടന്ന് കരഞ്ഞു നിലവിളിച്ചു. അപ്പോഴേക്കും അയാൾ അവളെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്നു. എന്നിട്ട് അതിനു മുകളിൽ അയാൾ എന്തോ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. റേ റോഡിലേക്ക് ഓടുന്ന വഴിക്ക് അവളൊരു വെളിച്ചം കാണുന്നു. അവൾ മോണിക്കയാണെന്ന് കരുതി പേടിക്കുന്നു. അത് അവളെ രക്ഷിക്കാൻ വന്ന പോലീസ് ഓഫീസർ ആയിരുന്നു. അയാൾ അവളെ രക്ഷിച്ച് ഹോസ്പിറ്റലിലാക്കുന്നു. എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ എന്നായിരുന്നു അവൾ ചോദിച്ചത്. നീയും നിന്റെ കുഞ്ഞും ഇപ്പോൾ സേഫ് ആണെന്ന് അയാൾ പറയുന്നു. എൻ്റെ ഫോൺ ബേസ്മെൻറ്റിലാണ്. അതിൽ ഒരു ജേർണൽ ഉണ്ട്, അവൾ അയാളോട് പറയുന്നു. എല്ലാം കണ്ടുപിടിക്കാം എന്നയാൾ പറയുന്നു. ഞങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം തെളിയുമെന്നും നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാമെന്നും അയാൾ പറയുന്നു. അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് മടങ്ങുന്നു. അവളുടെ വയറ്റിൽ തലോടി, നീ ഒരു പെൺകുട്ടിയാണെങ്കിൽ റേച്ചൽ എന്നാണ് നിന്റെ പേര് എന്ന് റേ പറയുന്നു.
ആൺകുട്ടിയാണെങ്കിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾ ആ ബേസ്മെന്റിലെ പെട്ടിയെക്കുറിച്ച് ഓർക്കുന്നു. അവൾ പുതപ്പിനടിയിൽ എന്തോ അനക്കം കണ്ട് നോക്കുമ്പോൾ കാണുന്നത് ആ പെട്ടി അവിടെ ഇരിക്കുന്നതാണ്. അവൾ അതുകൊണ്ട് പേടിച്ച് നിലവിളിച്ച് ബാക്കിലേക്ക് പോകുന്നു. പെട്ടെന്ന് ആ പെട്ടി തുറന്ന് ഒരു കുഞ്ഞ് പുറത്തു വരുന്നു. അത് കണ്ട് അവൾ അലറി നിലവിളിക്കുന്നു. അതോടുകൂടിയാണ് നമ്മുടെ ഈ കഥയുടെ അവസാനം. ഒരുപാട് ഹൊറർ ഫീലും സസ്പെൻസും ഒക്കെ നിറഞ്ഞ ഒരു കഥയായിരുന്നു റേയുടേത്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. കഥയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നും നമുക്ക് നോക്കാം. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും ലൈക്കുകളായും അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.